Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. As-salatu was-salamu ala Rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbi zidna ilman nafi'a. Alhamdulillah. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്ന ഒരു സദസ്സിൽ നമുക്ക് ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ ഇന്നലെ ഹജ്ജുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. സത്യത്തില് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നത്. ഇന്നലെ ഹജ്ജിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരുങ്ങേണ്ട കുറേ കാര്യങ്ങളാ പറഞ്ഞത്. അതായത് ആദ്യം നമ്മള് ഹൃദയം അല്ലെ, ഹൃദയം, മനസ്സ്, നമ്മളെ ആത്മാവിനെ, അതിനെ ശുദ്ധീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ അൽഹംദുലില്ലാഹ് ഒരു പരിധിവരെ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ എനിക്ക് പറയാനും അത് കേൾക്കുന്നവർക്ക് കേട്ട് അത് ഹൃദയത്തിൽ സ്പർശിച്ച് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഞാന് ഒന്നുകൂടി പറയാം. ഹജ്ജിന് ഈ വർഷം പോകുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എപ്പോ ഹജ്ജിന് പോകുന്ന എന്തായാലും നമ്മളെ മനസ്സും നമ്മളെ ശരീരം എല്ലാം നമ്മൾ പരിശുദ്ധമാക്കി വെക്കുക അല്ലെ. എപ്പോഴും നമ്മളൊരു യാത്രക്ക് എപ്പോഴും തയ്യാറെടുത്ത് നിൽക്കേണ്ടവർ തന്നെയാണ് അല്ലെ. ഒരു പ്രധാനപ്പെട്ട യാത്ര നമ്മളെ ജീവിതത്തിൽ എല്ലാവർക്കും ഫേസ് ചെയ്യാനുണ്ട്. അത് ഉറപ്പായ യാത്രയാണ്. അതാണ് യഥാർത്ഥമായ നമ്മളെ യാത്രയും അല്ലെ. ആ യാത്രക്ക് വേണ്ട ഒരുക്കങ്ങൾ നമ്മൾ എത്രത്തോളം നന്നാക്കണം, അതേപോലെ തന്നെയാണ് ഈ ഹജ്ജിന്റെ കാര്യവും അല്ലെ. ഹജ്ജിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എന്താണ് ഹജ്ജ് നമ്മൾ ഒരുങ്ങുമ്പോ എന്താണ് അവിടെ പറഞ്ഞത്? സ്വർഗം, പിന്നെ നമ്മള് നിഷ്കളങ്കരാകാന്നുള്ളത് അല്ലെ. ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നമുക്കാവണം. ഇതാണ് നമ്മൾ ആ ഒരു ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് അല്ലെ. നമ്മളെ മരണത്തോടു കൂടിയുള്ള ആ യാത്രയിലും നമ്മളെ ലക്ഷ്യം എന്താണ്? ഈ ഒരു കാര്യം തന്നെയാണ് അല്ലെ. സ്വർഗം എന്ന ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ്. അപ്പം പിന്നെ നമ്മളെ മനസ്സ് അത്രയും പരിശുദ്ധമാക്കി എല്ലാം ശുദ്ധിയായി അല്ലെ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ശരീരത്തിന്റെ ശുദ്ധിയാണ് നമ്മൾ ഇനി പറയാനുള്ളത് അല്ലെ. മാനസികമായി നമ്മളെ റബ്ബിനോടുള്ള അടങ്ങാത്ത ഇഷ്ടം അല്ലെ. ഏതൊരു ഇബാദത്തിന്റെയും അതിന്റെ സത്ത എന്ന് പറയുന്നത് അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇന്നലെ കേട്ടവർക്കൊക്കെ അത് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തും അള്ളാഹുവിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അല്ലാഹു തആല അവനെ ഇഷ്ടപ്പെടുന്ന, അവനെ തൃപ്തിപ്പെടുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു ആഗ്രഹവും ചിന്തയും, എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ദുആയും ഉണ്ടാകണം കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക ഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലി യുഖരിബുനി ഇലാ ഹുബ്ബിക. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലേ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടത്തെ ഞാൻ ചോദിക്കാം. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോ നമ്മൾ മനസ്സറിഞ്ഞിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണേ. അതല്ലാതെ മനസ്സറിയാതെയുള്ള നാവുകൾ കൊണ്ടുള്ള ഉരുവിടൽ മാത്രമാകുമ്പോ അതൊരിക്കലും എന്താവൂല, അതും പ്രാർത്ഥന ആകൂല എന്നാ പറയുന്നത്. അപ്പം എല്ലാ കർമ്മങ്ങളും അതിൻ്റെതായ രീതിയിൽ നന്നാക്കി തന്നെ നമ്മളെപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഇപ്പൊ നമ്മള് ശരിക്കും ആത്മാവ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ് എന്താവേണ്ടത്? ശുദ്ധിയാകേണ്ടതും എല്ലാ പ്രവർത്തിക്കേണ്ടതും ഒക്കെ അത് തന്നെയാണ് അല്ലെ. നമ്മളെ റൂഹ്
നമ്മളെ ശരീരത്തിൽ നിന്ന് പോകുന്നതോടുകൂടി നമ്മളെ പേര് പോലും അവിടെ മാറി, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. അപ്പം അത് ആ ഒരു ശുദ്ധീകരണം എല്ലാവരും പൂർത്തിയാക്കി. ഇനി നമുക്ക് ശാരീരികമായതാണ്, അല്ലെ? ശാരീരികമായ വൃത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് തന്നെ നമ്മള് ആഴ്ചയിൽ ഒരു ദിവസം അതുപോലെ മാസത്തിലൊരിക്കലൊക്കെ ചില ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ നമ്മൾ നഖം വെട്ടുമ്പോൾ എല്ലാ ആഴ്ചയിലും നഖം വെട്ടും. അല്ലാതെ ഈ രോമങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന ആ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉണ്ടല്ലോ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്, അത് ഹജ്ജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉംറക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താക്കണം? ആ ഒരു വൃത്തിയാക്കലും വേണം. വൃത്തിയാക്കാനുള്ളതെല്ലാം വൃത്തിയാക്കണം എന്ന് പറയും. എന്തെല്ലാം നമുക്ക് വൃത്തിയാക്കാനുണ്ടോ അതൊക്കെ നമ്മൾ എന്താക്കുക? വൃത്തിയാക്കുക. ആ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകണം? നിയത്ത് ഉണ്ടാകണം, അല്ലെ? ഇത് ഹജ്ജിന് വേണ്ടിയാണ്, ഇത് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു നിയത്ത് നമ്മളെ മനസ്സിൽ ഉണ്ടാകണം. എന്നിട്ട് നമ്മൾ എന്താക്കണം? ഈ പറഞ്ഞ, അല്ലെ, ഗുഹ്യ രോമങ്ങള്, കക്ഷരോമങ്ങള് അതൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കി നഖം വെട്ടി അതൊക്കെ കറക്റ്റ് എല്ലാം ചെയ്യാം. അപ്പം നമ്മള് അൽഹംദുലില്ലാഹ് നമ്മളെ ഹൃദയത്തെ, മനസ്സിനെ, അല്ലെ, ആത്മാവിനെ, ശരീരത്തെ എല്ലാം ശുദ്ധിയാക്കി നന്നാക്കി, നമ്മളെ ബന്ധങ്ങൾ നന്നാക്കി, നമ്മൾ അല്ലാഹു തആലയുമായിട്ടുള്ള ബന്ധത്തെ ആദ്യം നന്നാക്കി, വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തെ നന്നാക്കി. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് എന്താകണം? നമുക്ക് പുറപ്പെടണം, അല്ലെ? ഇൻഷാ അല്ലാഹ് നമുക്ക് പുറപ്പെടാം. എന്നാല് നമുക്ക് എല്ലാവർക്കും തുടങ്ങാം, അല്ലെ? യാത്ര തുടങ്ങാം, അല്ലെ? ഇത് തുടങ്ങുമ്പോ നല്ല ദൂരമുള്ളതല്ല, അതുകൊണ്ട് ഇന്നൊന്നും അവിടെ എത്തൂല കേട്ടാ. നമ്മളിപ്പോ ഇങ്ങനെ തുടങ്ങിയേ ഉള്ളൂ. കുറച്ച് ദൂരമൊക്കെ ഉള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ അവിടെ എത്താനൊന്നും ആരും ആഗ്രഹിക്കരുത്. ഞാൻ വളരെ സാവകാശം പറയൂ. എല്ലാവർക്കും മനസ്സിലാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് പുറപ്പെടണം, അല്ലെ? അപ്പം പുറപ്പെടുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ അറിവ് വേണമല്ലോ, അല്ലെ? ഹജ്ജ് എന്ന് പറയുമ്പോൾ ഹജ്ജ് 3 രീതികളാണുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതിൽ 3 വിധത്തിൽ നമുക്ക് ഹജ്ജ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഇതൊക്കെ പറയുമ്പോൾ എന്താ ഇത് എങ്ങനെയെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം നമുക്ക് ഇതൊക്കെ അറിയണം. ഈ രൂപത്തിലും ആൾക്കാർ ഹജ്ജ് ചെയ്യുന്നുണ്ട്. അപ്പൊ 3 രീതിയിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഇഫ്രാദ്, ഖിറാന്, തമത്തു. ഇങ്ങനെ 3 വിധത്തിലാണ് ഹജ്ജ് ഉള്ളത്. അതില് മൂന്നാമത് പറഞ്ഞ തമത്തു എന്നുള്ള ആ ഒരു രീതിയാണ് പൊതുവെ നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജിനും ഉംറക്കും ഹജ്ജിന് പോകുന്ന ആളുകൾ സ്വീകരിച്ചു വരുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ ഇഷ്ടവും സഹാബാക്കള് ചെയ്തതും ചെയ്യാൻ അവരോട് കൽപ്പിച്ചതും ഒക്കെ ആ ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയാണ് നമ്മളെല്ലാവരും നമ്മുടെ നാടുകളിൽ നിന്ന് പോകുന്നവരൊക്കെ ആ ഒരു രീതിയാണ് സ്വീകരിക്കാറുള്ളത്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചെറിയ രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ പറഞ്ഞത് ഇഫ്രാദ് എന്നാണ്. ഇഫ്രാദ് എന്ന് വെച്ചാല് ഹജ്ജിന് വേണ്ടി മാത്രം ഇഹ്റാം പ്രവേശിച്ചിട്ട് ഹജ്ജിന് മാത്രം ചെയ്യാന്നുള്ളതാണ്. അതായത് അത് ശരിക്കും പറഞ്ഞാല് ആ സൗദി അറേബ്യയുടെ പരിസരങ്ങളിലൊക്കെ താമസിക്കുന്ന അറബികള് അല്ലെങ്കിൽ അവിടെ അതിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആ ഒരു രീതി ചെയ്യാറുണ്ടെന്ന് പറയപ്പെടുന്നു. അത് ആ മീനായിലേക്ക് പോകുന്ന ദുൽഹജ്ജത്തിന്റെ ആ ഒരു ദിവസം ആ സമയത്ത് അവർ ഇഹ്റാം പ്രവേശിച്ച് നേരെ ഹജ്ജ് കർമ്മത്തിലേക്ക് പുറപ്പെടാന്നുള്ളതാണത്. നമ്മൾ എന്തായാലും ഒരുപാട് പൈസ ഒക്കെ ചെലവാക്കി നമ്മൾ ഇത്രയും ദൂരെ നാട്ടിൽ നിന്നും കുറെ ദിവസവും അല്ലെ സമയമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ എന്തായാലും ഹജ്ജിന് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു രീതി നമ്മൾ ആരും സ്വീകരിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ വന്നിട്ടുള്ളത് ഖിറാനാണ്. ഖിറാൻ എന്ന് പറയുന്നത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടുക എന്നുള്ള അർത്ഥം. ഇഫ്രാദ് എന്ന് പറയുമ്പോൾ ഒറ്റക്ക് ഹജ്ജ് മാത്രമായിട്ട്, ഖിറാൻ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത്. അതായത് ഹജ്ജിനും ഉംറക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവാതെ കണ്ടിന്യൂ ആയിട്ട് ഹജ്ജിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ഒരു രീതിയാണ്. അത് ചില ആൾക്കാരൊക്കെ ആ രീതി സ്വീകരിക്കാറുണ്ട്.
പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാർ ആ രീതി പൊതുവെ സ്വീകരിക്കാറില്ല. ചില പിന്നെ ഗ്രൂപ്പുകാർ ആ ഒരു രീതി ചെയ്യാറുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പം പിന്നെ നിങ്ങള് ഇപ്പൊ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള, ഗവൺമെന്റിലൊക്കെ പോകുമ്പോൾ എന്തായാലും തമത്വമായ രീതിയാണ് സ്വീകരിക്കുക. പ്രൈവറ്റിൽ പോകുമ്പോൾ പിന്നെ ആ ഹജ്ജ് ഗ്രൂപ്പുകാരോട് ജസ്റ്റ് പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. പിന്നെ ചില ഗ്രൂപ്പുകാർ ഖുറാനിന്റെ ഇതില് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ ആ വർഷം പിന്നെ നമ്മൾ അയൽപക്കത്തുള്ള അവരൊക്കെ അവരുടെ ഗ്രൂപ്പുകാര് ഖുറാന്റെ ഇതിലാ ചെയ്യിപ്പിച്ചേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ, എന്താ വ്യത്യാസം എന്നറിയോ? പിന്നെ ഉംറ ഹജ്ജിന് മുമ്പ് ഉംറ ചെയ്യും. എന്തായാലും ഹജ്ജിന് മുമ്പായിട്ട് ഒരു ഉംറ ചെയ്യാനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ രീതിയിൽ അനുസരിച്ച് ഫസ്റ്റ് ഉംറയാ ചെയ്യാ. നമ്മൾ ഹജ്ജിനാണ് പോകുന്നതെങ്കിലും ആദ്യം ഉംറയാ ചെയ്യാ. എന്നിട്ട് പിന്നെ തഹല്ലുലായിട്ട് പിന്നെ ഹജ്ജിന്റെ ദിവസങ്ങളിൽ എത്തുമ്പോൾ വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്യാം. അതാണ് തമത്വമായ രീതി. എന്നാല് പിന്നെ ഈ ഖുറാൻ എന്നുള്ളത് എന്താ അറിയോ, ഫസ്റ്റ് ഈ ഉംറക്ക് വേണ്ടിയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഹജ്ജിനും കൂടിയിട്ട് തന്നെ നിയത്ത് വെച്ചിട്ട് പ്രവേശിച്ചിട്ട് പിന്നെ തഹല്ലുലാകൂല. പിന്നെ ആ ഇഹ്റാമിൽ തന്നെ എത്ര ഇപ്പൊ നേരത്തെ പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. അതായത് ഇഹ്റാമിൽ നമുക്ക് പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെക്കാളും ബുദ്ധിമുട്ട് വരെ പുരുഷന്മാർക്കാണ്. കാരണം പുരുഷന്മാർക്ക് ആ രണ്ട് വസ്ത്രം, ആ രണ്ട് തുണികൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ ഇഹ്റാമില്. അപ്പം പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായി പിന്നെ ചിലരൊക്കെ, അതായത് അവരങ്ങനെ ചെയ്യിച്ചത്. അപ്പം ഈ പിന്നെ കണ്ടിന്യൂസ് കുറേ ദിവസങ്ങൾ ഇഹ്റാമിന്റെ വസ്ത്രവുമായിട്ട് ഹജ്ജ് വരെ അവർ നല്ല പ്രയാസപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം അങ്ങനെയൊന്നും പിന്നെ ബുദ്ധിമുട്ടിയിട്ടൊന്നും ഏറ്റവും ലാസ്റ്റ് ടൈം ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടാ. അതായത് ഹജ്ജിന്റെ ദിവസങ്ങൾക്ക് കുറച്ച് 2-3 ദിവസങ്ങൾക്ക് തൊട്ട് മുമ്പായിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഇഹ്റാമിൽ പ്രവേശിച്ച് ഉംറ ചെയ്തിട്ട് പിന്നെ തഹല്ലുലാകാതെ നേരെ ഹജ്ജിലേക്ക് പോകുന്നതിനെ കൊണ്ട് വിരോധമൊന്നുമില്ല. അത് ഏറ്റവും ലാസ്റ്റ് സമയത്തൊക്കെ പോകുന്നവർക്ക് ആ രീതി സ്വീകരിക്കാം. അപ്പൊ അങ്ങനെ പോകുന്നവർക്ക് എന്താക്കണ്ടെന്നറിയോ, ഈ ബലി അറുക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് തമത്വമായ രീതിയിൽ ഹജ്ജ് ചെയ്യുമ്പോ പിന്നെ അവിടെ എന്തുണ്ട്, ബലി അറുക്കാന്നുള്ളത് നിർബന്ധം. നമ്മൾ സൂറത്തുൽ ബഖറയിൽ ഹജ്ജിന്റെ ആയത്തുകൾ പറയുമ്പോൾ ഈ വിഷയം വരുന്നുണ്ടല്ലേ. ഫമൻ തമത്തഅ മിനൽ ഉംറത്തി ഇലൽ ഹജ്ജ് എന്നുള്ള ആ ഒരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. തമത്തു എന്നുള്ള ആ വാക്ക് സൂറത്തുൽ ബഖറയിൽ ഹജ്ജിന്റെ ആയത്തിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ 3 രീതികളാണ് ഇതില്. പിന്നെ ഏറ്റവും റസൂലുള്ളാഹിക്ക് ഇഷ്ടവും സഹാബാക്കൾ ചെയ്തതും തമത്വമായ രീതിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറാനാണ് സ്വീകരിച്ചത്. പക്ഷെ അവർ ലാസ്റ്റ് ടൈമാണ് അവർ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഖുറാൻ സ്വീകരിച്ചതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോ ഈ 3ാമത്തെ രീതിയാണ് നമ്മൾ ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ആ ഒരു രീതിയാണ് സ്വീകരിക്കാറുള്ളത്. അപ്പൊ തമത്തു എന്നുള്ളത് പിന്നെ ഫസ്റ്റ് ഉംറക്ക് വേണ്ടിയിട്ട് ഇഹ്റാം കെട്ടി പിന്നെ ഉംറ ചെയ്ത് കഴിഞ്ഞിട്ട് ഉംറയിൽ നിന്ന് വിരമിച്ച് തഹല്ലുലായി പിന്നെ നമുക്ക് സാധാരണ ജീവിതം നയിക്കാം. പിന്നെ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായിക്കിനെ പിന്നെ സാധാരണ ജീവിതം നയിക്കാം. എന്നിട്ട് പിന്നെ വീണ്ടും പിന്നെ ഹജ്ജിന്റെ സമയത്തേക്ക് ഇഹ്റാം പ്രവേശിച്ച് പുറപ്പെടാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പിന്നെ തമത്വമായി അതിനിടയിൽ നമുക്കൊരു സുഖജീവിതം, അതായത് സാധാരണ ജീവിതം നയിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് അവിടെ ആ ഒരു ഇതിന് തമത്വം എന്നുള്ള പേര് തന്നെ വരാൻ വേണ്ടിയിട്ട് കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 രീതികൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇഫ്രാദ്, ഖിറാന്, തമത്വ. ഓക്കെ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് പിന്നെ പറയപ്പെടുന്നത്. അപ്പം എന്തായാലും ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന നമ്മൾ ഓരോരുത്തരും ആദ്യം ഉംറക്ക് വേണ്ടിയിട്ടാണ് എന്താകാന് ഒരുങ്ങുക. ഉംറയാണ് ആദ്യം ചെയ്യാം. അപ്പൊ പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് പിന്നെ ഇപ്പം മീഖാത്തിൽ വെച്ചിട്ടാണ്. ക്ലാസിന്റെ റെക്കോർഡിംഗ് നമ്മൾ ഗ്രൂപ്പിലിടും, യൂട്യൂബിലേക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പം ഉംറക്ക് വേണ്ടിയിട്ട് നമ്മള് പുറപ്പെടുന്നതിന് മുന്നേ ആയിട്ട്
പിന്നെ ഉംറക്ക് വേണ്ടിയിട്ട് ഒന്ന് കുളിക്കണം അല്ലെ? ഫസ്റ്റ് ആയിട്ട് പിന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം പിന്നെ മീഖാത്തിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് ഫ്ലൈറ്റിലാണ് അല്ലെ? നമ്മൾ യാത്ര ഫ്ലൈറ്റിലായതുകൊണ്ട് തന്നെ നമ്മളെ മീഖാത്ത് വരുന്നത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് അവിടുന്ന് അനൗൺസ്മെന്റ് തരികയും ചെയ്യാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇപ്പം സാഹചര്യം നമുക്ക് അനുകൂലമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വീട്ടിൽ വെച്ച് തന്നെ കുളിച്ച് വൃത്തിയായി പിന്നെ ഉംറക്ക് വേണ്ടിയിട്ടാണ് കുളിക്കുന്നത്, ഉംറക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കുളിക്കുന്നു എന്നുള്ള നിയത്തോട് തന്നെ എന്താക്കുക, നമ്മൾ കുളിക്കുക. കാരണം നമ്മൾ ഒരുപാട് കുളിക്കുന്നവരാ അല്ലെ? ഇപ്പൊ ചൂടായത് കൊണ്ട് ചിലപ്പോ 2-3 ഒക്കെ നേരം കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ, ചൂടിന്റെ കാഠിന്യം കൊണ്ട്. അപ്പം കുളി എന്നുള്ളത് പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പൊ അല്ലെ, നമ്മൾ ഇപ്പൊ കുളിക്കാൻ പോകുന്ന കുളി എന്ന് പറയുന്നത് എന്താണ്? അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് അല്ലെ? നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യമായ സ്വർഗം നേടാൻ വേണ്ടിയിട്ട്, നമ്മളെ നിഷ്കളങ്കരായ നിലയിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കർമ്മത്തിന് മുന്നോടിയായിട്ടുള്ള കുളിയാണ് അല്ലെ? അപ്പൊ ആ മനസ്സിൽ ആ ഒരു നിയത്തോട് കൂടി തന്നെ കുളിക്കുക. പ്രത്യേകമായിട്ട് ഉംറക്ക് വേണ്ടിയിട്ട് കുളിക്കുന്നുള്ള നിയത്തോട് കൂടി തന്നെ എന്താക്കുക, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു കുളിക്കാം. അപ്പം പിന്നെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇല്ലേ, നമ്മളെ ഇസ്ലാമിന്റെ, നമ്മളെ മുസ്ലിങ്ങൾക്കുള്ള ഒരു പ്രത്യേകതയാണ്, എന്ത് കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് ആസ്വദിച്ച് ഒരു ഇബാദത്താക്കിയിട്ട് നല്ല ഒരു റാഹത്തിൽ ചെയ്യാന്നുള്ളത്. എന്ത് കാര്യം, ഇപ്പൊ ഒരു ക്ലാസ് എടുക്കുന്ന വിചാരിക്കാം, അതിൽ പോലും എന്തുണ്ട്, ആസ്വാദനം ഉണ്ട് അല്ലെ? അൽഹംദുലില്ലാ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ശരിക്കും ഇന്നത്തെ പിന്നെ ഭക്ഷണ രീതികളൊക്കെ വളരെ വ്യത്യാസമാണ് അല്ലെ? ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ എന്താ ചെയ്യുന്നത്, ഒരു ഫോൺ എടുത്ത് കയ്യിൽ പിടിക്കും, എന്നിട്ട് അല്ലെ ബിസിനസ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാർ അതിന്റെ ഓരോന്നുണ്ടാവും, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോന്നും ചെയ്യാനുണ്ടാവും. ഒരു പണിയും ഇല്ലാത്ത ആൾ എന്തെങ്കിലും യൂട്യൂബാ അല്ലെങ്കിൽ വാട്സപ്പാ ഫേസ്ബുക്കാ എന്തെങ്കിലും എടുത്തിട്ട് അതിങ്ങനെ നോക്കി കുറിച്ച് ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഒരു പ്രത്യേകിച്ച് എന്തുണ്ടാവൂല, ഒരു ആസ്വാദനം അല്ലെ, ഒരു എൻജോയ്മെന്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ. സത്യത്തില് അങ്ങനെയല്ല അല്ലെ? നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് എന്തുണ്ട്, അതിനെല്ലാം ഒരു ആസ്വാദനം നമ്മൾ കണ്ടെത്തണം എന്നാ പറയുന്നത്. ഇപ്പൊ കുളിക്കുന്നു, എപ്പോൾ നമ്മൾ കുളിക്കുന്നുണ്ടെങ്കിലും സുന്നത്തായ രീതിയിൽ നമ്മൾ കുളിച്ചാലുണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് പ്രതിഫലം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തും. തീർച്ചയായിട്ടും സുന്നത്തായ രീതിയിൽ കുളിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആദ്യം ഗുഹ്യഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി വുളൂ ചെയ്ത് വലതിനെ മുന്തിച്ച് അങ്ങനെ അങ്ങ് കുളിക്കുക, അത്രയേ ഉള്ളൂ. ബിസ്മി ചൊല്ലുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതൊരു കർമ്മത്തിന്റെയും തുടക്കത്തില് ബിസ്മി ചൊല്ലുക എന്നുള്ളത് അതിന്റെ ശ്രേഷ്ഠത വർദ്ധിക്കും. പിന്നെ സുന്നത്തായ രീതിയിൽ അതിനെ ചെയ്യുമ്പോൾ അതിനൊക്കെ പ്രതിഫലമുള്ള കാര്യമായി. സുബ്ഹാനല്ലാഹ് അല്ലെ? അപ്പം ഇവിടെ പിന്നെ നമ്മളെ കുളി എന്തിനു വേണ്ടിയാണ് കുളി? അപ്പം പിന്നെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു കുളിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാകണം എന്ന് പറയും. അതായത് ഇപ്പം നമ്മളെ ലക്ഷ്യം സ്വർഗാണല്ലോ അല്ലെ? സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു കുളിയുണ്ട് അല്ലെ? ആ കുളിയും ഈ കുളിയും ഏകദേശം ഒരേപോലെ ചിന്തിക്കണം എന്നാ പറയുന്നത്. പക്ഷെ ഈ കുളി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം കുളിക്കും, നമ്മൾ മരിച്ചു കഴിഞ്ഞാലുള്ള കുളി എന്ന് പറഞ്ഞാല് നമ്മളെ വേറെ ആരെങ്കിലും ഒക്കെ കുളിപ്പിക്കും അല്ലേ? ആ കുളിയും എന്തിനുള്ളതാ? സ്വർഗത്തിലേക്ക് അല്ലെ? അള്ളാഹു തആല നമ്മളുടെ യാത്ര അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. നമ്മളെ മരണശേഷമുള്ള യാത്ര അള്ളാഹു സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ. ആമീൻ. നമ്മളെ ലക്ഷ്യം അത് തന്നെ ആകണം, അത് മാത്രമാകണം. അപ്പൊ അള്ളാഹു തആല നമുക്ക് അതിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരും ഇൻഷാ അള്ളാഹ്. അപ്പൊ നമ്മളെ ചിന്ത എന്ത് കാര്യം ചെയ്യുമ്പോൾ ഈ ഒരു ചിന്ത നമ്മളെ കൂടെ തന്നെ ഉണ്ടായില്ലേ, ആ കർമ്മത്തിനൊരു ആസ്വാദനം ഉണ്ടാവും, നല്ലൊരു ആത്മാർത്ഥതയും ഉണ്ടാവും.
വെറും ഒരു ആസ്വാദനം മാത്രമല്ല, ആ ഒരു നിഷ്കളങ്കമായ രീതിയിൽ നമുക്കതിനെ ചെയ്യാൻ സാധിക്കും. നമ്മളെ മനസ്സിലെ നിയത്ത് 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 എന്ന് പറയുന്നില്ലേ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നന്നാക്കേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാ പറഞ്ഞത് അല്ലെ. അപ്പം ആ ഒരു നിയത്ത്, നല്ല നിയത്തോടു കൂടി എന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പൊ അതിലേക്ക് ഞാൻ എന്റെ മനസ്സും ശരീരവും എന്താകണം, ശുദ്ധിയാകണം എന്നുള്ള ആ ഉദ്ദേശത്തോടെ നല്ല അല്ലെ ഒരു ഇഹ്റാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് തക്ബീറത്തുൽ ഇഹ്റാം പറയുന്നത് അല്ലെ, അള്ളാഹു അക്ബർ എന്നിട്ട് നമ്മൾ കൈകെട്ടി കഴിഞ്ഞാല് പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പാടില്ലാത്തതുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കാര്യം ഹജ്ജിനോ ഉംറക്കോ വേണ്ടി നമ്മൾ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ വിലക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഏതാണ് ചിലത് വഴി പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഈ ഒരു കുളി നമ്മള് കുളിച്ച് ശുദ്ധിയാകാം. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് പിന്നെ അത്തറ് പൂശ എന്നുള്ളതാണ്. അവർക്ക് അതിന് പിന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ അവസരം ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് ചെയ്താലും മതി. പുരുഷന്മാർക്ക് അവിടെ വെച്ച് ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് തന്നെ പിന്നെ സ്ത്രീകൾക്ക് പർദ്ദ തന്നെ മതി. പർദ്ദ എന്നുള്ളത് ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് പിന്നെ അന്യ പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാകാൻ പാടില്ല. അതാണ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാമികമായ വസ്ത്രധാരണം. അത് കളർ ഏതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബോഡി ഷേപ്പാകാൻ പാടില്ല. മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് ആകാനേ പാടില്ല. അപ്പൊ ഏറ്റവും നല്ലത് ബ്ലാക്ക് തന്നെയാണ് അല്ലെ. എന്തായാലും കളറിന് ഒരു ആകർഷണീയത തന്നെയാണ് എന്തായാലും. അപ്പൊ അതുകൊണ്ട് പ്ലെയിൻ ബ്ലാക്ക് പിന്നെ യൂസ് ചെയ്യുന്നതാണ് അത് അവിടെ തഖ്വക്കും സൂക്ഷ്മതക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇനി വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും കുറ്റമൊന്നുമില്ല. അവിടെ ഒരു ആകർഷണീയത വരാതെ ശ്രദ്ധിക്കാം. അപ്പം പിന്നെ ഈ കുളിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നിർവഹിച്ചിട്ട് തന്നെ ഉണ്ടാക്കുക, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമ്മളെ കയ്യിൽ കരുതേണ്ട അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം കരുതുക. അതൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഗ്രൂപ്പ് വഴി ക്ലാസ് വഴിയൊക്കെ കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സ്, മരുന്നുകള്, പിന്നെ മറ്റുള്ള ഈ എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ക്രീം, പിന്നെ ഈ എന്താണ് മോയ്സ്ചറൈസിങ് ക്രീം അങ്ങനത്തെ ഒക്കെ കരുതുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതും, അല്ലാത്തവര് തന്നെ ചെറിയൊരു പനി, ജലദോഷം, പിന്നെ തൊണ്ടവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാല് അത്യാവശ്യം കഴിക്കാൻ വേണ്ട മരുന്നൊക്കെ കരുതിക്കോ. കാരണം എന്താ അറിയോ, അവിടെ എത്തിയാല് പിന്നെ മരുന്നും ഡിസ്പെൻസറിയും പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ എവിടെയാന്ന് എങ്ങനെയാന്ന് ചിലപ്പം നമ്മളെ കൂടെ വന്ന അമീർമാർക്കോ ആൾക്കാർക്കോ ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. അപ്പൊ അതൊക്കെ കണ്ടെത്തി അവിടെ പോയി അതിനു വേണ്ടി ക്യൂ നിന്ന് വാങ്ങി, അപ്പൊ നമുക്ക് അവിടെയൊക്കെ നഷ്ടം വരെ എന്താണെന്നറിയോ, സമയം. നമുക്ക് അവിടെ നമ്മൾ ഏറ്റവും വില പിടിച്ചതാണ് നമ്മളെ സമയം എന്നുള്ളത് അല്ലെ. വളരെ വില പിടിച്ച, അവിടെ എന്ന് മാത്രമല്ല കേട്ടോ, നമ്മളെ എവിടെ ആയാലും നമുക്ക് വില പിടിച്ചതാണ് എന്ത്, നമ്മളെ ടൈം, സമയം എന്നുള്ളത്. അപ്പൊ ആ സമയം ലാഭിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നമുക്ക് കരുതാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കരുതാം. മരുന്നൊക്കെ നേരത്തെ കരുതി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം കാലാവസ്ഥ വ്യതിയാനമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ ജലദോഷങ്ങളും പനിയും തലവേദനയും കൊണ്ട് ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അത് പറന്ന് പറഞ്ഞ പോലെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കൂടെ കരുതുന്നത് വളരെ നല്ലതാണ്. ശ്രദ്ധിച്ചാല് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ അപ്പം മരുന്നുകളും ഡ്രസ്സ് അതിന് അത്യാവശ്യത്തിനുള്ളത് മതി കേട്ടാ. പിന്നെ അധികം പിന്നെ നമുക്ക് നല്ല അതായത് ധരിക്കാൻ ഈസി ആയിട്ടുള്ള, ഇപ്പം പുരുഷന്മാർക്ക് ഉംറയുടെ വസ്ത്രമാണെങ്കിൽ അത് നല്ല കോട്ടൺ ആയിട്ടുള്ള, പിന്നെ അധികം ചൂടൊന്നും പിന്നെ അനുഭവപ്പെടാത്ത രീതിയിലുള്ള പിന്നെ
നല്ല വസ്ത്രം തന്നെ, തുണികൾ തന്നെ കരുതുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ സ്ത്രീകളും തന്നെ പിന്നെ ഉള്ളിലൊക്കെ കോട്ടൺ ഡ്രസ്സ്, പിന്നെ കുറേ ഡ്രസ്സ് ഒന്നും കൊണ്ടുപോകണ്ട കേട്ടോ. നമ്മള് ലഗേജ് പരമാവധി വെയിറ്റ് കുറക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അവിടുന്ന് അലക്കാനും പിന്നെ ഇതാക്കാനൊക്കെ ഒരു കുറഞ്ഞ സമയം വേണ്ടു. അതിനൊക്കെ അവസരങ്ങൾ ഉണ്ടാവും എന്തായാലും ഇൻഷാ അള്ളാ. അപ്പം നമ്മളെ സമയം ലാഭിക്കാൻ വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുക, നമ്മളെ ബാഗിൽ കരുതുക. പുരുഷന്മാർ പ്രത്യേകമായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് രണ്ട് തുണിയേ പാടുള്ളൂ അല്ലെ. ഹറാമിന്റെ വസ്ത്രമായിട്ട് ആകെ രണ്ട്, ഇഹ്റാമിലുള്ളപ്പോ ആകെ രണ്ട് വസ്ത്രേ പാടുള്ളൂ. അപ്പൊ അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങിയിട്ട് പിന്നെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഡ്രസ്സൊക്കെ മാറാനുള്ള പിന്നെ സൗകര്യം ഉണ്ടാവും. അപ്പം അവിടെ വെച്ച് അത് കയ്യിൽ വെക്കുന്ന മറ്റേ ലഗേജിൽ വെക്കാതെ കയ്യിൽ വെക്കുന്ന ബാഗിൽ ഇഹ്റാമിന്റെ ഡ്രസ്സ് കരുതിയിട്ട് പിന്നെ അവിടുന്ന് ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ പുരുഷന്മാർക്കുള്ളതാണ് അത്തർ. അത്തറ് അവര് പിന്നെ ഇഹ്റാമിന്റെ തുണിയിൽ പുരട്ടരുത് കേട്ടോ. ഇഹ്റാമിന്റെ തുണിയിലല്ല അത്തർ പുരട്ടേണ്ടത്, ശരീരത്തിലാണ്. ശരീരത്തിൽ മുഴുവൻ ഉണ്ടാക്കുക അത്തർ പൂശ. അത് പുരുഷന്മാർക്കാണേ. അതുപോലെ കക്ഷങ്ങളില് അങ്ങനെ ദുർഗന്ധം വരാൻ സാധ്യതയുള്ള വിയർപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കുറച്ചധികം പുരട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പുരുഷന്മാർക്ക് ശ്രദ്ധിക്കുക വെച്ചാല് തുന്നിക്കൂട്ടിയ വസ്ത്രം ധരിക്കാൻ പാടില്ല അല്ലെ. എഹ്റാമിൽ പ്രവേശിക്കുന്നതോട് അവർക്ക് തുന്നിച്ചേർത്ത വസ്ത്രങ്ങൾ ധരിക്കാം. അപ്പൊ ഇന്നർ വെയർസ് ഒന്നും പാടില്ല. ഈ രണ്ട് തുണികൾ മാത്രമേ പറ്റൂ. അതുപോലെ ഷൂസ് ധരിക്കാൻ പാടില്ല. അവർക്ക് ഷൂസ് പറ്റൂല. സ്ത്രീകൾക്ക് ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ. സ്ത്രീകൾക്ക് അവർ സാധാരണയുള്ള പർദ്ദ ആകെ മൂടുന്ന എല്ലാം അറിയുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് സ്ത്രീകൾക്ക്. പിന്നെ പുരുഷന്മാർക്കാണ് ഈ പറഞ്ഞ വ്യത്യാസമുള്ളൂ. അപ്പം ചെരുപ്പ് അത് മേലെ കവറിങ് വരാത്ത രീതിയിലുള്ള ചെരുപ്പുകൾ ധരിക്കാം. അപ്പൊ സ്ത്രീകള് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് പിന്നെ ഇസ്ലാമികമായ രീതിയിലുള്ള വസ്ത്രം, പിന്നെ അത് ബോഡി ഷേപ്പ് ആകാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ മറ്റുള്ളവർ ആകർഷിക്കാത്ത രീതിയിലാകാം. പിന്നെ ഞാനൊരു ചെറിയൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം അതിന്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പർദ്ദ നന്നേ നീളം കൂടുതലാകുമ്പോൾ നടക്കുന്ന സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പം സോക്സ് എപ്പോഴും കാലിൽ സോക്സ് ധരിക്കുന്ന ആ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് പർദ്ദയുടെ നീളം ഒരല്പം കുറച്ചാൽ നല്ലതായിരിക്കും. കാരണം നല്ല നീളം കൂടിയ പർദ്ദ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ കൂടി നമ്മൾ നടക്കേണ്ടതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല അവിടുത്തെ ജനക്കൂട്ടം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ പർദ്ദ തടഞ്ഞിട്ട് മറ്റുള്ളവർക്കും പ്രയാസമാവണ്ട. നമ്മളും ആരെങ്കിലും ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ നമ്മളും വീഴാൻ ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പർദ്ദയുടെ നീളം നല്ല ലോങ് പർദ്ദയാണെങ്കിൽ ഇത്തിരി മടക്കി അടിച്ചോട്ടോ. കുറച്ച് പിന്നെ നീളം കുറച്ചോ. പക്ഷെ കാൽപാദങ്ങൾ മറയണം. കാല് ഔറത്താണ്, അത് കാണാൻ പാടില്ല. അപ്പൊ അത് സോക്സ് ധരിക്കാന്നുള്ളത് ശ്രദ്ധിക്കാം. കോട്ടൺ സോക്സ് തന്നെ ധരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ മറ്റേത് സ്ലിപ്പാകാൻ സാധ്യത ഉണ്ട്. അപ്പം നല്ല കുറച്ച് ഇതായിട്ടുള്ള നല്ല കട്ടിയുള്ള സോക്സ് ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അതില് പിന്നെ നമുക്ക് ഗ്രിപ്പെല്ലാം കിട്ടുന്ന സോക്സിന്റെ അടിയിൽ ചെറിയ ഗ്രിപ്പ് വരുന്ന രീതിയിലുള്ള സോക്സുകളൊക്കെ കിട്ടും. പിന്നെ അതുപോലെ ഒളിവെടുക്കാനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോക്സുകളൊക്കെ ഇപ്പൊ ഉണ്ട്. അത് ഈ പിന്നെ ഇതിന്റെ ഉംറന്റെ സാധനങ്ങൾ, ഹജ്ജിന്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ ഇപ്പം എല്ലാതും കിട്ടും. അപ്പൊ അവരോട് പറഞ്ഞാൽ അവരെല്ലാം സെറ്റപ്പ് ആക്കി തരും. അങ്ങനത്തെ എല്ലാം ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതാണ്. നേരത്തെ ചെയ്ത് തയ്യാറാക്കി വെക്കാം. പിന്നെ അപ്പൊ ആ ഒരു പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പ്രിപ്പയർ ആക്കി റെഡിയാക്കി പിന്നെ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞില്ലേ, കുളി കഴിഞ്ഞ് ഡ്രസ്സ് ഇട്ട് പിന്നെ നമ്മളെല്ലാരോടും യാത്ര പറഞ്ഞ് പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അല്ലെ. അപ്പൊ പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ കുളിന്നുള്ള ആ ഒരു ഇതില് അതിനൊരു പിന്നെ ആസ്വാദനം ഉണ്ട് അല്ലെ. എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും അത് ആസ്വദിച്ച് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താകണം, അവിടെ ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ, അള്ളാന്റെ അടുത്ത് ദുആ ചെയ്തിട്ട് ഇറങ്ങണം അല്ലെ.
പ്രാർത്ഥന എന്നുള്ളത് ഏതൊരു കാര്യത്തിന്റെയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ റബ്ബുമായിട്ടുള്ള ബന്ധത്തിന്റെ വിഷയം അല്ലെ. ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ? അള്ളാഹുവും നമ്മളും തമ്മിലുള്ള കണക്ഷനാണ് അല്ലെ. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയണം. അത് ഏറ്റവും നല്ലതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഭയം, അങ്ങനെയുള്ള എല്ലാം എന്ന് വെച്ചാൽ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള കണക്ഷനില് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ എന്താക്കണം? അള്ളാഹു തആലയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ നമ്മൾ ദൃഢമാക്കണം അല്ലെ. നമ്മളെ ഈമാൻ, നമ്മളെ വിശ്വാസം അത് എത്രത്തോളം സ്ട്രോങ് ആകുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് അള്ളാഹു തആലയായിട്ടുള്ള ബന്ധം നമുക്ക് സ്ട്രോങ് ആകാൻ കഴിയും. ഇപ്പൊ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോ യാ അള്ളാ അള്ളാ എന്ന് നമ്മൾ വിളിച്ചിറങ്ങുമ്പോലെ ആ വിളി ഉണ്ടല്ലോ, അത് അള്ളാഹുലേക്കുള്ള ദുആ, ഒരു പ്രാർത്ഥനയായിട്ട് വരണം. ശരിക്കും പറഞ്ഞാല് പ്രാർത്ഥന എന്ന് പറയുമ്പോ പിന്നെ ഒരുപാട് പുസ്തകങ്ങളിൽ ഇങ്ങനെ കുറിച്ചിട്ട ഒരുപാട് വരികളല്ല പ്രാർത്ഥന. ശരിക്കും പറഞ്ഞാല് നമ്മള് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വികാരങ്ങളാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്കറിയാം യൂനുസ് നബി അലൈഹിസ്സലാം, അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയ സമയത്ത് പിന്നെ അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അല്ലെ. സത്യത്തില് അവിടെ എന്താ ദുആ വരുന്നത്? അദ്ദേഹം എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അവിടെ എന്താ ശരിക്കും പ്രാർത്ഥനകളൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളില് അങ്ങേറ്റത്തെ ഖേദം, അള്ളാഹുവിലേക്കുള്ള പൂർണ്ണമായ തവക്കുല് അല്ലേ, അത് ആര് തിരിച്ചറിയുന്നുണ്ട്? ആ റഹ്മാനായ റബ്ബ് അത് അറിയും. അതാ പറയുന്നത്, നമ്മളെ മനസ്സിന്റെ ഉള്ളിലുള്ള തേട്ടം, അതാണ് പ്രാർത്ഥന. അതിലൂടെ നമ്മളെ നാവിലൂടെ വരുന്ന വാക്കുകൾ ഹൃദയം തട്ടിയിട്ടുള്ളതാകണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ആഗ്രഹിച്ചിട്ട് തന്നെ ചോദിക്കാൻ, പിന്നെ ചോദിക്കാൻ എന്തെല്ലാം ഉള്ളത് അത് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുന്നവരാണ്. അപ്പൊ ഇതുണ്ടല്ലോ, ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത് തന്നെയാണ്. ഇത് ഹജ്ജിനും ഉംറക്കും വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. സത്യത്തില് നമ്മളെ ജീവിതത്തിൽ എപ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ നമ്മളെ മുമ്പിൽ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ച് നല്ലൊരു ദുആ, മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് ദുആ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുമ്പോ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് ഇല്ലേ. ആദ്യമായിട്ട് നമ്മൾ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയാ? ബിസ്മില്ലാ അല്ലെ. ബിസ്മില്ലാ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള പ്രാർത്ഥന. ഇത് ഹജ്ജിനും ഉംറക്കും വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ മാത്രമല്ല അല്ലെ, എപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. സത്യത്തിൽ ഈ ബിസ്മില്ലാന്റെ പവർ എത്രയാണ്? നമ്മളിപ്പോ അതിന്റെ ക്ലാസ് ഒക്കെ ഒരുപാട് കേട്ടത് കൊണ്ട് നമുക്ക് കുറെയൊക്കെ അറിയാം അല്ലെ. അൽഹംദുലില്ലാഹ്. അതെപ്പോഴും ആ പവർ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മളെ മനസ്സിലില്ലേ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് എപ്പോഴും ഉണ്ടാകണം. കാരണം ഇത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതല്ലേ. ബിസ്മില്ല എന്നുള്ളത് നമ്മൾ എല്ലാ കാര്യത്തിനും നമുക്ക് ആവശ്യമുള്ളതാ. എല്ലായിടത്തും ബിസ്മില്ലാന്റെ പവർ എത്രയാന്ന് നമ്മൾ രാവിലെയും വൈകുന്നേരം ഉള്ള ദുആകളിൽ ഒരു ദുആ ഉണ്ട് ഇല്ലേ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. എന്താ അതിന്റെ അർത്ഥം? ബിസ്മി കൊണ്ട് തുടങ്ങിയാല്, ആ ബിസ്മില്ല എന്നുള്ള ആ നാമം എന്ന് പറഞ്ഞാല് അതെന്താണ്? അതിനെ കൊണ്ട് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ്, ഒരു അള്ളാന്റെ നാമം കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാല്
ആകാശത്തോ ഭൂമിയിലോ ഉള്ള ഒന്നിന്റെയും ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറയും. ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ. ഇത് 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ബാധിക്കൂലെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാ. എന്നിട്ട് നമ്മൾ എത്രത്തോളം ആൾക്കാർ ഈ ഒരു വിശ്വാസത്തോടെ അതിനെ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. രാവിലെ രാവിലത്തെ മോർണിംഗ് അദ്കാറുകൾ നമ്മൾ ചൊല്ലുമ്പോ ഈ ദുആ ഓർത്ത് ചെയ്യാറുണ്ടാ? ബിസ്മില്ല നമ്മളിങ്ങനെ എപ്പോഴും ചൊല്ലി ശീലമായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ശീലം പോലെ അതിന് യാതൊരു മനസ്സിൽ ഒരു മഹത്വം കൊടുക്കാതെ അങ്ങനെ അങ്ങ് ചൊല്ലിപ്പോകാറാണോ പതിവ്? എപ്പൊ നമ്മൾ ബിസ്മില്ല പറയുമ്പോ ഇല്ലേ ഈ കാര്യം ഓർമ്മ വരണം എന്ന് പറയും. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴും നമ്മൾ എന്താക്കണം? ബിസ്മില്ല പറയണം അല്ലെ? ബിസ്മില്ല എന്ന് തുടങ്ങുമ്പോ അത് ശക്തമായ ആയുധാന്ന് പറയുന്നത്. നമ്മളെ സ്ട്രോങ് ആ ബിസ്മിന്റെ ആ ബാക്ക് തന്നെ എന്തുണ്ട്? ബർക്കത്തുണ്ട് ഇല്ലേ? നമ്മൾ ഇതിന്റെ ക്ലാസ് ഒക്കെ ഒരുപാട് കേട്ടതാ. എന്നാലും വീണ്ടും വീണ്ടും കേൾക്കണം കേട്ടോ. ആ ക്ലാസ്സുകളൊക്കെ എന്തായാലും കേൾക്കണം, പിന്നെയും പിന്നെയും കേൾക്കണം. അത്രയും നമുക്ക് ഇതൊക്കെ അത്യാവശ്യം. നമ്മളെ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നമുക്ക് അത്യാവശ്യമുള്ള കാര്യ. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഇവിടെ പറയുമ്പോ നമ്മളൊരു വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാണ് അല്ലെ? നമ്മളെ സ്വർഗം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ ആ ഹജ്ജ് ഉംറ പ്രതീക്ഷിച്ച് നമ്മൾ ഇറങ്ങുമ്പോ ആ ബിസ്മില്ലാക്ക് എന്ത് വേണം? ഒന്നും കൂടി പവർ കൂടണം അല്ലെ? സുബ്ഹാനല്ലാഹ്. ബിസ്മില്ല എന്ന് പറഞ്ഞ് അള്ളാനോട് പറയുന്ന തവക്കൽതു അലല്ലാഹ്. ഇതൊക്കെ നമ്മൾ എത്ര തവണ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചൊല്ലിയിട്ട് ഇറങ്ങുന്നതാണല്ലേ? തവക്കൽതു അലല്ലാഹ്. എന്താണ് റബ്ബിനോട് പറയുന്നത്? അള്ളാഹുവേ, ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നിന്റെ മേൽ ഇതാ ഞാൻ ഏൽപ്പിക്കുന്ന റബ്ബേ. ഞാൻ എന്നെ ഏൽപ്പിച്ച് ഞാൻ എന്റെയും എന്റെ എല്ലാ കാര്യങ്ങളും, എന്റെ മക്കളെ, എന്റെ കുടുംബം, എന്റെ ആവശ്യങ്ങൾ, എന്റെ ലക്ഷ്യങ്ങൾ എല്ലാം റഹ്മാനായ റബ്ബേ ഞാനിതാ നിന്നെ ഏൽപ്പിക്കുന്നു. കാരണം എന്തുകൊണ്ടാ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മളെപ്പോഴും ചൊല്ലുന്നതല്ലേ അല്ലെ? ചിന്തിക്കാറുണ്ട് അതിനെ കുറിച്ചിട്ട്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. കാരണം എനിക്ക് എന്റെ എല്ലാ കാര്യം നിന്നെ ഏൽപ്പിക്കാൻ എന്താ കാരണം? നിനക്കല്ലാതെ ഒരു കഴിവും ശക്തിയും ഇല്ല റബ്ബേ. നിന്നെ കൊണ്ടല്ലാതെ അല്ലെ? ഞാൻ ഈ വീട്ടിൽ നിന്ന് ബിസ്മി പറഞ്ഞ് തവക്കൽത്ത് പറഞ്ഞ് ഇറങ്ങുമ്പോ എന്റെ കാൽപാദങ്ങൾ എനിക്ക് മുന്നോട്ട് ചലിപ്പിക്കണമെങ്കിൽ, എനിക്ക് വാഹനത്തിൽ കയറി സുഖമായി യാത്ര ചെയ്യണമെങ്കിൽ, എനിക്ക് ഫ്ലൈറ്റിലും തുടർന്ന് അങ്ങോട്ടുള്ള യാത്രകളും എനിക്ക് എളുപ്പമാകണമെങ്കിൽ അള്ളാഹു അത് നിന്നെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവും ഇല്ല അള്ളാഹുവേ. അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ. സുബ്ഹാനല്ലാഹ്. എത്ര മനോഹരമായ പ്രാർത്ഥനയാണല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇതൊക്കെ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമുക്കത് അറിഞ്ഞ് നമ്മളെ ഹൃദയത്തിൽ തട്ടി ആസ്വദിച്ച് ആലോചിച്ച് നമുക്ക് ചെയ്യാൻ സാധിച്ചാല് അതിന് എന്തൊരു ഭംഗിയാന്നറിയോ? മാഷാ അല്ലാഹ്. എന്ത് രസാന്നറിയോ? നമുക്ക് അതങ്ങനെ ആസ്വദിച്ച് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലായ്പ്പോഴും ഈ ഒരു ഓർമ്മയോട് കൂടി നമുക്ക് ചെയ്യാനുള്ള നല്ല തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അപ്പൊ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇത്രയും പറഞ്ഞ് അല്ലെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങി, അൽഹംദുലില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്തത് എന്താ? വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നമ്മള് വാഹനത്തിലേക്ക് കയറും അല്ലെ? വാഹനത്തിലേക്ക് കയറുന്നതോടുകൂടി അവിടെയും പ്രാർത്ഥന. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഈ ഇസ്ലാം, നമ്മളെ മതം എന്ന് പറയുന്നതില്ലേ, ഇത് ഭയങ്കര സംഭവം എന്ന് വെച്ചാല് എന്തിനും ഏതിനും പ്രാർത്ഥനയാണ് അല്ലെ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയും കൂടി നിങ്ങൾ ആഡ് ചെയ്തോ. അത് നമ്മൾ പഠിപ്പിച്ചതാണ്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക അൻ അദില്ല
ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. പറ്റുന്നവര് കാണാതെ പഠിച്ചാൽ നല്ലതായിരിക്കും. കാരണം വളരെ നല്ല പ്രാർത്ഥനയാണ്. ഈ ഒരു പ്രാർത്ഥനയും കൂടി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാല് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പിന്നെ ഈ ദുആയും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റേ പ്രാർത്ഥനയും കൂടി ഒരുമിച്ച് ചൊല്ലാറുണ്ടായിരുന്നു എന്നാ പറയുന്നത്. പിന്നെ അപ്പൊ അത് നമ്മൾ ചൊല്ലിയിട്ട് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് എല്ലാ നിലക്കും നമുക്ക് രക്ഷയാണ്. ഒരു ബുദ്ധിമുട്ടും ഒരു ഉപദ്രവവും ഒന്നും ഉണ്ടാവൂല. അപ്പം നല്ലൊരു പ്രാർത്ഥനയാണ്. പറ്റുന്നവർ അത് പഠിക്കുക. ഈ 2 പ്രാർത്ഥനകളും ചൊല്ലി പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. എന്നിട്ട് പിന്നെ വാഹനത്തിലേക്ക് കയറുന്ന അല്ലെ. അപ്പോഴും ബിസ്മില്ലാ പറയണം കേട്ടോ. ബിസ്മില്ലാ വൽഹംദുലില്ലാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹു എത്ര പരിശുദ്ധനാണ്. സുബ്ഹാന. ആദ്യം ബിസ്മില്ല അല്ലെ, അള്ളാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാ, എല്ലാ സ്തുതിയും എല്ലാ ശുക്റും അള്ളാഹുവിനാന്ന് പറഞ്ഞിട്ട് പറയുന്നല്ലേ. സുബ്ഹാന, എത്ര പരിശുദ്ധനാണ് അള്ളാഹു. എന്താണ് അല്ലദീ സഖറ ലനാ ഹാദാ, ഈ ഒരു വാഹനത്തെ നമുക്ക് സജ്ജമാക്കി തന്നില്ലേ, നല്ല രീതിയിൽ ഇതിനെ പ്രയോജനപ്പെടുത്തി തന്നുള്ളാഹു തആല. വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ അല്ലെ. അത് ഈ ഒരു വാഹനത്തെ പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഇത് അള്ളാഹുവാണ് നമുക്ക് സജ്ജീകരിച്ചു തന്നത്. അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് നമുക്ക് ഈ ഒരു സൗകര്യം നമ്മളെ മുമ്പിൽ ഒരുങ്ങി വന്നിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹിനോട് എന്താ പറയുന്നതെന്ന് അറിയോ? വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ പ്രാർത്ഥന എല്ലാം പറയുമ്പോ നമ്മൾ ഓർമ്മിക്കലുണ്ടാ, നമ്മൾ ഇങ്ങനെ ഇതാ പറയുന്നത്, അള്ളാഹുവേ തീർച്ചയായും ഞങ്ങള് റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. നമ്മൾ അപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് എന്ന ചിന്തയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത് ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് എന്ന നിലയിൽ. ഇതുപോലെ വാഹനത്തിൽ കയറിയാലുള്ള പ്രാർത്ഥനകൾ വേറെയും കുറെ ഉണ്ട് കേട്ടാ. പിന്നെ പ്രാർത്ഥനന്റെ പുസ്തകം ഒന്ന് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം എല്ലാ ദുആകളൊന്നും കാണാതെ പഠിക്കാന് ചിലപ്പോൾ പ്രയാസമായിരിക്കുമല്ലോ. അപ്പോ പിന്നെ ഇങ്ങനെ ഹജ്ജിന് ഉംറക്കൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ കയ്യിൽ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥന പുസ്തകങ്ങളൊക്കെ കരുതുക. അതുപോലെ നേരത്തെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ബാഗിൽ കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരു മുസ്ഹഫ് എന്തായാലും കരുതണേ. അത് മറന്നു പോകരുത് കേട്ടാ. നമ്മളെ കയ്യിൽ പിടിക്കുന്ന ബാഗിൽ വെക്കാൻ പറ്റുന്ന ചെറിയ മുസ്ഹഫുകൾ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ സൗകര്യം നമുക്ക് എപ്പോഴും. കാരണം ഒരുപാട് യാത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലെ, കുറെ ദീർഘമായ യാത്ര. അപ്പം ഖുർആൻ ഓതുന്നവർക്ക് ഖുർആൻ ഓതാം, ദുആകള് പിന്നെ ചൊല്ലുന്നവർക്ക് ദുആ ചെയ്യാം, ദിക്ർ ചെയ്യാം, എന്തും ചെയ്യാം. ഇതൊക്കെ കാണാതെ അറിയുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ മുസ്ഹഫിന്റെയും പുസ്തകത്തിന്റെയും ഒന്നും ആവശ്യമില്ല അല്ലെ. നമ്മളെ മനസ്സൊക്കെ എന്തായാലും ഹജ്ജ് ഉംറ പോലെയുള്ള യാത്രക്ക് ഇറങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ചിന്തയും ഉണ്ടാവൂല. നമ്മളെ മനസ്സൊക്കെ അങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും. പഠിച്ചോനെ അവിടെ ഒരു വിഷമവും ഇല്ലാണ്ട് അവിടെ എത്തണേ എന്നുള്ള ഒരു ദുആ എന്തായാലും ഒരുപാട് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റുകൾ തന്നെ ആയിരിക്കും. അപ്പൊ ഒന്നും അറിയാത്ത ആൾക്കാരല്ല ഞാനെന്താ ചെറിയണ്ടേ, ഞാൻ എന്താ പറയണ്ടേ എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കണ്ട. അപ്പൊ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനയുടെ പുസ്തകങ്ങൾ കയ്യിൽ കരുതുക. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനകളിൽ വേറെയും കുറെ പ്രാർത്ഥനകൾ, അൽഹംദുലില്ലാ 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനക അല്ലാഹുമ്മ ഇന്നീ ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. അതുപോലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫറിനാ ഹാദൽ ബിർറ വത്തഖ്വ. നല്ല പ്രാർത്ഥനയാണ് കേട്ടോ. വമിനൽ അമലി മാ തർദാ. ഇൻഷാ അല്ലാഹ് നമുക്കത് ഒരു ദിവസം പഠിപ്പിക്കാം. എന്നുവെച്ചാൽ നല്ല അർത്ഥം വരുന്ന വളരെ വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ എന്നുള്ള ആ പ്രാർത്ഥന നല്ല പ്രാർത്ഥനയാണ്. കാരണം പിന്നെ അവിടെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യാൻ, ബിർറ് പുണ്യം ചെയ്യാന്, അതുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മ വെടിയാൻ, അതിന് അള്ളാഹു തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവിനൊക്കെ ഞാൻ ചോദിക്കുന്നു. ഈ യാത്ര നല്ല സുഖകരമാക്കി തരാന്. അങ്ങനെയാണ് അതിന്റെ അർത്ഥം.
ഇതിന്റെ യാത്രന്റെ ദൂരം എളുപ്പമാകാന്, അതിന് അങ്ങനെ ശരിക്കും പിന്നെ കുറേ കാര്യങ്ങൾ ആ ദുആയിൽ വരുന്നുണ്ടേ. ഞാന് വിചാരിക്കുന്നത് അന്നേരം ഈ പ്രാർത്ഥനയൊക്കെ ആ സമയത്ത് പഠിച്ച് ദുആയിലെല്ലാം ചൊല്ലി എന്നിട്ട് കയ്യിൽ കരുതിയിട്ട് നോക്കിയിട്ടും ഒക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നേ. ശരിക്കും എന്താണ് അത്ഭുതം എന്നറിയില്ല, അവിടെ എത്തിയിട്ടുള്ള യാത്രകളൊന്നും ഒരു പ്രയാസവും തോന്നിയിട്ടുണ്ടായിട്ടില്ല. പൊതുവെ എനിക്ക് കുറച്ച് യാത്ര ചെയ്താൽ തന്നെ ഭയങ്കര തലവേദനന്റെ ഒരാളാണ്. അപ്പൊ എനിക്ക് കുറച്ച് ആ ഒരു വിഷയത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്കൊക്കെ 8 കിലോമീറ്റർ, സോറി 8 മണിക്കൂർ, 8 കിലോമീറ്റർ എന്ന് പറയുന്നത് 8 മണിക്കൂർ യാത്ര തന്നെ പിന്നെ ബസ്സിലൊക്കെ ചെയ്യാനുണ്ടെന്നെല്ലാം വിചാരിക്കുമ്പോ റബ്ബേ ഞാൻ എന്തായിരിക്കും ആകാൻ അവസ്ഥ എന്നെല്ലാം ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ എത്തിയിട്ടില്ലേ, ഒന്നും ഈ പറഞ്ഞ് നമ്മള് പോകുമ്പോ തന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ ആയിരുന്നു. ഒരു ദിവസം മുഴുവനും യാത്രയായിരുന്നു. എന്നിട്ട് അവിടെ എത്തിയത് പിന്നെ ഒരു ഞായറാഴ്ച നമ്മൾ പുറപ്പെട്ടിട്ട് മഗ്‌രിബിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിറ്റേന്ന് തിങ്കളാഴ്ച രാത്രി മഗ്‌രിബിനാണ് നമ്മള് പിന്നെ അവിടെ എത്തുന്നുണ്ടായത്. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു, കുറച്ച് ഡിലേയിലായിട്ട്. പക്ഷെ ഒരു ബുദ്ധിമുട്ട് അൽഹംദുലില്ലാഹ് അള്ളാന്റെ തൗഫീഖോട് കൂടിയിട്ട് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച എന്തായാലും അള്ളാന്റെ ഒരു സഹായം ഉണ്ടാകും. അപ്പൊ നമ്മൾ ആ വിശ്വാസത്തോടെ ഈ പറഞ്ഞ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ എന്താക്കുക, മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു യാത്രക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് എല്ലാരും തയ്യാറാകുക. അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ് എന്ന ആ ഒരു ചിന്തയും നമ്മള് പിന്നെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. പിന്നെ പിന്നെ യാത്രയിൽ അങ്ങോട്ടേക്ക് പിന്നെ വാഹനത്തിൽ നമ്മൾ പോയി നമ്മൾ എവിടെ എത്തും, പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ എയർപോർട്ടിലേക്ക് എത്തും അല്ലെ. അവിടെ വെച്ചിട്ടാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മെഹ്റാമിന്റെ വസ്ത്രം മാറലും പിന്നെ സുഗന്ധം പൂശലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാവാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രാർത്ഥനയില് പിന്നെ നമ്മൾ എല്ലാ യാത്രയിലെ പ്രാർത്ഥനക്ക് ഭയങ്കര സ്വീകാര്യത ഉണ്ടെന്നാണല്ലോ. അപ്പൊ പ്രാർത്ഥനകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. ഇപ്പൊ നമ്മള് പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു ഭാഗമുണ്ട്, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി അല്ലെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം പിന്നെ കഅബാലയം നിർമ്മിച്ചതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ആഹ്വാനം ചെയ്യുകയും അദ്ദേഹം അല്ലെ പിന്നെ ജബൽ ഖുബൈസ്, അത് അങ്ങനെയൊക്കെ പറയപ്പെടുന്നു, അവിടെ പിന്നെ മഖാം ഇബ്രാഹിമിൽ നിന്നും അവിടെ നിന്നൊക്കെ ആയിട്ട് പിന്നെ വിളിച്ചു. അങ്ങനെ അള്ളാഹു തആല ആ വിളി പിന്നെ അവിടെ കഅബാലയത്തിലേക്ക് ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച ആളുകളെയൊക്കെ ആ വിളി കേൾപ്പിച്ചു എന്നാ പറയുന്നത്. പിന്നെ അപ്പൊ ആ ഒരു പിന്നെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഹജ്ജ് എന്ന ആ ഒരു കർമ്മം നമ്മൾ ചെയ്യാൻ നമുക്ക് പിന്നെ മനസ്സിൽ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം നീട്ടിക്കൊണ്ടുപോകണ്ട എന്നാ പറയുന്നത്. ഹജ്ജിന് വേണ്ട പിന്നെ മുന്നൊരുക്കങ്ങൾ നമ്മൾ, അതായത് ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുമല്ലോ ഹജ്ജ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്താക്കണ്ട, അധികം നീട്ടിക്കൊണ്ടുപോകണ്ട എന്നാ പറയുന്നത്. ഹജ്ജിന് ഉള്ള ഒരു അവസരം നമ്മളെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, അത് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനാ പറയുന്നത്. വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് അല്ലെ, അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും നിങ്ങൾ എന്താക്കുക, പൂർണ്ണമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തആല ഓരോ വിശ്വാസിയുടെയും മേലെ നിർബന്ധമാക്കിയതാണ് ഹജ്ജ് കർമ്മം. അതുകൊണ്ട് തന്നെ പിന്നെ ഓരോരുത്തരും നിർവഹിക്കുക എന്നുള്ളത് എന്താണ്, നിർബന്ധമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ, ആര് ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ അവൻ ധൃതി കാണിക്കട്ടെ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മള് പിന്നെ എയർപോർട്ടിൽ എത്തിയിട്ടേ ഉള്ളൂ. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം ഇപ്പൊ പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ പകുതിക്കായിപ്പോ എവിടെ എത്തൂല. അപ്പം ഹജ്ജിന്റെ കുറച്ച് ശ്രേഷ്ഠതകൾ ബാങ്ക് കൊടുക്കുന്നവരെ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇപ്പൊ ഹജ്ജിന് ഉദ്ദേശിച്ചാല് പെട്ടെന്ന് ധൃതി കാണിക്കാനാ പറഞ്ഞത്. അതായത് പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾ, പ്രൊസീജിയർ, മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാം, പിന്നെ നീട്ടി വെക്കണ്ട അല്ലെ.
കാരണം പിന്നെ അതും പറയുന്ന പിന്നെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു നിവേദിച്ചിരുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഫർളായ ഹജ്ജ് ചെയ്യാൻ ധൃതി കാണിക്കുക, കാരണം നിങ്ങളിൽ ഒരുവന് എന്തെല്ലാം തടസ്സങ്ങളാണ് ഉണ്ടാവുക എന്നത് അറിയില്ല. എന്ത് തടസ്സം നമ്മുടെ മുമ്പിൽ വരാന്നുള്ളത് നമുക്ക് പറയാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് ധൃതി കാണിക്കാം, പെട്ടെന്ന് അടുത്ത കൊല്ലം പോകാം, മോളെ കല്യാണം കഴിയട്ടെ, അതിന് കല്യാണം കഴിഞ്ഞ് ഓൾക്കൊരു കുട്ടിയായതിന് കുട്ടി വലുതാകട്ടെ, അങ്ങനെയൊന്നും വിചാരിച്ച് കാത്തിക്കൊന്നും വേണ്ടട്ടെ. എല്ലാ മക്കളെയും മംഗലെല്ലാം കഴിഞ്ഞി എല്ലാരും ഓരോ ഭാഗത്തായി അപ്പത്തേക്ക് നമ്മളെന്താവും, നമ്മളൊരു ഭാഗത്തായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെ ഒന്നും ചെയ്യാനുള്ള ഇതുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ വയസ്സായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള കാര്യം ഒന്നല്ല കേട്ടോ ഹജ്ജ്. നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ എല്ലാരും അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അപ്പം പിന്നെ ഹജ്ജിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന വെച്ചാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയും എന്താ ചോദിച്ചതെന്നറിയോ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പം പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് പറഞ്ഞ് അള്ളാഹുലും റസൂലിലും വിശ്വസിക്കുക എന്നുള്ളത്. പിന്നെ രണ്ടാമത് ചോദിച്ചപ്പോ പറഞ്ഞു അള്ളാഹിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. വീണ്ടും ചോദിച്ചപ്പോ പറഞ്ഞതെന്ന് വെച്ചാല് പുണ്യകരമായ ഹജ്ജ് എന്നുള്ളതാണ്. അപ്പം പുണ്യകരമായ ഹജ്ജ് കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മമാണ്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ ചോദിക്കുന്നുണ്ട്, പിന്നെ അള്ളാഹുന്റെ റസൂലെ ജിഹാദാന്നല്ലോ സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, അപ്പോ പിന്നെ ഞങ്ങൾ ജിഹാദ് ചെയ്യണ്ടയോ എന്ന് ആയിഷ ബീവി ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്തെന്നറിയോ, പിന്നെ നിങ്ങള് അതിന്റെ ആവശ്യമില്ല, എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും മഹത്തായ ജിഹാദ് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഹജ്ജാണ്. അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദാണെന്ത്, ഹജ്ജ് എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ അതുകൊണ്ട് അതിന്റെ ആ ഒരു പ്രാധാന്യവും മഹത്വവും നമ്മൾ ഉൾക്കൊണ്ട് തന്നെ ആ ഒരു പിന്നെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. പിന്നെ അതുപോലെ പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും എല്ലാം അത് ജിഹാദ് തന്നെയാണ്. സ്ത്രീകളോട് പ്രത്യേകം പറഞ്ഞതാണത്. പിന്നെ സ്ത്രീകൾക്ക് ആ ഒരു രീതിയിൽ ആ ഒരു ഹജ്ജിനെ ജിഹാദിന്റെ അത്രയും പ്രതിഫലം പിന്നെ അതിന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ ഹജ്ജിന് വേണ്ടിയിട്ട് വാഹനം തയ്യാറാക്കുക, കാരണം അത് രണ്ട് ജിഹാദിൽപ്പെട്ട ഒന്നാണ്. രണ്ട് ജിഹാദിൽപ്പെട്ട ഒന്നാണ്. അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ നമ്മളൊരു ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ എത്തിക്കഴിഞ്ഞാല്, നമുക്ക് മക്കയിൽ എത്തിക്കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത് തവാഫാണ് അല്ലെ. ഹജ്ജിന്റെ ദിവസങ്ങൾക്ക് കുറെ മുമ്പേ നേരത്തെ എത്തിക്കഴിഞ്ഞാല് അവിടെ നമ്മൾ മക്കയിൽ താമസിക്കുന്ന അത്രയും നമ്മളെ മക്കത്തെ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാല് തവാഫിനുള്ള അവസരമാണ് അല്ലെ. ശരിക്കും തവാഫ് ഓരോ തവാഫിനും പിന്നെ തവാഫ് വന്നിട്ട് അതിനുശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താല് ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠത ഉണ്ട് അല്ലെ. ഭയങ്കര ശ്രേഷ്ഠ. നമ്മളൊരു പള്ളിയിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ തഹിയ്യത്ത് നിസ്കരിക്കുമല്ലോ, അതുപോലെയാണ് മക്കത്തെ പള്ളിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാല് അവിടത്തെ സുന്നത്ത് എന്ന് പറയുന്നത് തവാഫാണ്. പറ്റുന്നത്ര എന്താക്കുക, തവാഫ് അധികരിപ്പിക്കുക. കഴിയുന്നവര് ചെയ്താൽ മതി കേട്ടാ. പിന്നെ ആദ്യം നേരത്തെ എത്തി ഒരുപാട് അവിടെ നിന്നൊക്കെ ചെയ്തിട്ട് അവസാനം ടയേർഡായി പിന്നെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ട് പള്ളിയിൽ കുറെ രാത്രിയിൽ ഉറക്കൊഴിച്ച് കഴിഞ്ഞിട്ട് ഹജ്ജിന്റെ സമയമാകുമ്പോഴത്തേക്ക് ശരീരം ക്ഷീണിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നല്ല അത്യാവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, വെള്ളം അതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മളെ കൂടെ വന്ന ഒരു സഹോദരിക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നിട്ടുണ്ടായിരുന്നു. അവര് പിന്നെ നല്ല പോലെ ഇബാദത്ത് ചെയ്ത് പള്ളിയിൽ ഇപ്പൊ എല്ലാ നേരം പോകും, പക്ഷെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കൂല, നേരത്തിന് വെള്ളം കുടിക്കാണ്ട് അങ്ങനെ നടന്നിട്ടില്ലേ. ലാസ്റ്റ് ഡീഹൈഡ്രേഷൻ ആയിട്ട് അവരാകെ ടയേർഡായിട്ട് അവർക്ക് നടക്കാൻ പോലും പറ്റാണ്ട് വീൽ ചെയറിലൊക്കെയാണ് ഹജ്ജിന്റെ സമയത്ത് ആകെ പ്രയാസമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, പിന്നെ നല്ല സമയത്തിന് കണക്കായിട്ട് ഓവറൊന്നും കഴിക്കണ്ട, കണക്കായിട്ട് പിന്നെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് വേണ്ട ഭക്ഷണം, വെള്ളം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഉറക്കം ഒഴിക്കുന്നതും എല്ലാം തന്നെ അമിതമാകാൻ പാടില്ല. എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തതിനാല് നമ്മൾക്ക് ലാസ്റ്റ് സമയത്ത് ഹജ്ജിന്റെ ആ സമയത്ത് നമുക്ക് നല്ല ആരോഗ്യം വേണം അല്ലെ. ഒരുപാട് നടക്കാനും പിന്നെ
അറഫയിലും മുസ്ദലിഫയിലും മിനായിലും ജംറകളിലേക്ക് പോകാനും ഒക്കെ നല്ല ആരോഗ്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്തേക്ക് നമ്മൾ ക്ഷീണിതരാകാൻ പാടില്ല. നമ്മളെപ്പോഴും ആരോഗ്യവാന്മാരായിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതലുകൾ നമ്മളെ ഭാഗത്തു നിന്നുണ്ടാകണം. പ്രാർത്ഥനയാണ്. അല്ലാഹു തആല എല്ലാവർക്കും അള്ളാഹു എളുപ്പം നൽകട്ടെ. ആമീൻ. പിന്നെ അതുപോലെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്ന ഹാജിമാർ, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ചെല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ അതിഥികളാണ്, അല്ലെ, അള്ളാഹുവിലേക്കുള്ള യാത്രാ സംഘങ്ങളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, അവർ ദുആ ചെയ്താൽ അള്ളാഹു തആല അവർക്ക് അവരുടെ ദുആ സ്വീകരിക്കും, അവർക്ക് ദുആക്ക് ഉത്തരം നൽകും, അവർ പാപമോചനം തേടിയാൽ അവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കും. അപ്പം ഒരു ഹജ്ജിനും ഉംറക്കും വേണ്ടി പുറപ്പെടുന്ന ഏതൊരാളുടെയും പ്രാർത്ഥന എന്താണ്? സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. അത് സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയായതുകൊണ്ട് നോമ്പുകാരന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതെന്ന് പറഞ്ഞ പോലെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട മുതൽ അത് കഴിയുന്നത് വരെ അവന്റെ പ്രാർത്ഥന എന്താണ്? സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥന. അപ്പൊ ധാരാളമായിട്ട് ദുആ ചെയ്യാൻ മടി കാണിക്കരുത്. ചോദിക്കുന്നതിനെ കൊണ്ട് അള്ളാഹ്ക്ക് എന്തില്ല? ഒരു പ്രശ്നവുമില്ല, അല്ലെ? അതുപോലെ ഒരു ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ആള് തൽബിയത്ത് ചൊല്ലുമല്ലോ, അല്ലെ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും, അല്ലെ? തൽബിയത്ത് തക്ബീറിന് ധ്വനികളൊക്കെ ഇങ്ങനെ മുഴങ്ങുമ്പോ സത്യത്തില് നമ്മൾ തൽബിയത്ത് ചൊല്ലുമ്പോ പറയുന്ന നമ്മളെ ഇടത് ഭാഗത്തുനിന്നും വലത് ഭാഗത്തുനിന്നും ഭൂമിയിലുള്ള കല്ലും മരങ്ങളും ചരൽക്കല്ലുകളും ഒക്കെ നമ്മളെ കൂടെ തൽബിയത്ത് ചൊല്ലുന്ന പറയുന്ന സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ശരിക്കും ഇത് ചെയ്യുമ്പോ തക്ബീറും തൽബിയത്തൊക്കെ ഇങ്ങനെ മുഴക്കി നമ്മള് ചെയ്യുമ്പോ അവിടെ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയുന്നത്. അതെന്താണ് സന്തോഷ വാർത്ത? സ്വർഗം ലഭിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമ്മളെല്ലാരെയും അതിലേക്ക് എത്തിക്കട്ടെ. ആമീൻ. അല്ലെ? അതുപോലെ നമുക്കറിയാം, ഒരു ഒരാള് സ്ത്രീ സംസർഗമോ ദുർവൃത്തികളോ ചെയ്യാതെ അള്ളാന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഒരാൾ ഹജ്ജ് ചെയ്താൽ അവൻ തിരിച്ചു വരുന്നത് തന്റെ മാതാവ് അവനെ പ്രസവിച്ച ദിവസത്തെ പോലെ പരിശുദ്ധനായിക്കൊണ്ടാണ്, അത്രയും പ്യുവറായിട്ട്. അപ്പം ആ ഒരു കാര്യം നമ്മൾ എന്താക്കുക, ഓർമ്മയിൽ ഉണ്ടാവട്ടെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ലക്ഷ്യം അള്ളാഹു തആലന്റെ സ്വർഗം, അതുപോലെ നിഷ്കളങ്കമായിട്ട് തിരിച്ചു വരാന്നുള്ളതാണ്. അതിലേക്ക് അള്ളാഹു തആല നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ. ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള യാത്ര പുറപ്പെടാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഒരാള് കാബ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ പറയുന്ന ഓരോ ചുവടുകൾക്കും അള്ളാഹു തആല നന്മ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. തിന്മകളെ മായ്ച്ചുകൊണ്ടേയിരിക്കും. അവസാനം അറഫയിൽ നിൽക്കുമ്പോ ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു തആല ഇറങ്ങി വന്ന്, അല്ലെ, മലക്കുകളോട് അഭിമാനത്തോടെ ഇങ്ങനെ പറയുന്നു, എന്താ, ഇവർ എന്റെ അടിമകളാണ്. പൊടിപുരണ്ട ശരീരവും ജടപിടിച്ച തലയുമായി എന്റെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് എന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് വിദൂരമായ മലമ്പാതകൾ താണ്ടി അവർ എന്റെ അടുക്കൽ വന്നതാണ്. അവരാണെങ്കിലോ എന്നെ കണ്ടിട്ടില്ല. ഇനി അവരെന്നെ കാണുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് മണൽ കൂമ്പാരം കണക്കെ, ദുനിയാവിലെ മുഴുവൻ ദിവസങ്ങളുടെ അത്ര മഴത്തുള്ളി കണക്കെ പാപമുണ്ടെങ്കിലും അള്ളാഹു തആല അവനിൽ നിന്നും കഴുകിക്കളഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി നീ ജംറയിൽ എറിയുന്നതാകട്ടെ അത് നിന്റെ പരലോകത്തേക്കുള്ള നിക്ഷേപമാകുന്നു. നീ തലമുണ്ടനം ചെയ്യുന്നതാകട്ടെ നിന്റെ ഓരോ മുടി വീഴുന്നതിനും ഓരോ പാപവും കൊഴിഞ്ഞു വീഴുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നീ കഅബയെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ച ദിവസം പോലെ പാപത്തിൽ നിന്ന് നീ മോചിതനാകുകയും ചെയ്യുന്നു. ഹജ്ജിന്റെ പ്രതിഫലത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലെ? അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അപ്പം അതിന്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെടാം. അതിന്റെ ആത്മാവ് കൃത്യമായി നമ്മൾ അറിയണം. ഏറ്റവും അതിന്റെ മർമ്മപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് തൗഹീദാണ്. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ മക്ക കഅബാലയം പണിതുയർത്തിയതും. ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഒരു മിനിറ്റ്.
നമ്മള് തൽബിയത്തിലും അല്ലെ എല്ലാം വരുന്നത് എന്താണ്? തൗഹീദിന്റെ പ്രഖ്യാപനം വിളംബരമാണ് ഇവിടെ വരുന്നത് അല്ലെ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. എന്തൊരു രസാന്നല്ലേ ആ തൽബിയത്തിന്റെ വചനങ്ങൾ ഇങ്ങനെ ചൊല്ലുന്നത് കേൾക്കാനും ഏറ്റി ചൊല്ലാനും എന്തോരം ഒരു രോമാഞ്ചം വരുന്ന പോലെ അല്ലെ. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും അല്ലാഹു തആലയുടെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ആ കഅബയാകുന്ന ആ പുണ്യഭൂമിയിലേക്ക് എത്താൻ, ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആ തൗഹീദിന്റെ പ്രഖ്യാപനം പോലെ തന്നെ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട മറ്റൊരു കാര്യമാണ് ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കാന്നുള്ളത്. നേരത്തെ ഇന്നലെ നമ്മൾ പറഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞൊരു വിഷയമാണ് അത് ഇഖ്ലാസ് അല്ലെ. ഹജ്ജ് പൂർണ്ണമായി അത് അള്ളാഹിന്റെ തൃപ്തിയും പ്രീതിയും മാത്രം ലക്ഷ്യം വെച്ചിട്ട് വേറൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു റിയാ അല്ലെ, ലോകമാന്യത, പ്രശസ്തി ഇങ്ങനെയുള്ള യാതൊന്നും അതിലേക്ക് കടന്നു വരാതെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു വസിയത്ത് പോലെ എനിക്ക് പറയാനുള്ളത്, ആരും തന്നെ അനാവശ്യമായി ഹജ്ജ് നീട്ടി വെക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിർബന്ധമായ ഹജ്ജ് കഴിയും വേഗം ചെയ്യുക. കാരണം അവിചാരിതമായി തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അനാവശ്യമായി നമ്മൾ നീട്ടിക്കൊണ്ടുപോകരുത്. കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരുന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അള്ളാഹു തആല, അതായത് ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു തആല പറയുന്നു, ഒരു അടിമ അവന്റെ ശരീരത്തിന് നാം സൗഖ്യം നൽകുകയും ഉപജീവന മാർഗം വിശാലമാക്കുകയും ചെയ്ത് 5 വർഷം തികഞ്ഞിട്ടും എന്റെ അടുക്കലേക്കുള്ള അള്ളാഹിന്റെ അടുക്കലേക്ക് അവൻ യാത്ര പോന്നിട്ടില്ലെങ്കിൽ, അതായത് ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ, അവൻ നന്മയിൽ നിന്ന് തടുക്കപ്പെട്ടവനാകുന്നു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് ഖുദ്സിയായ ഹദീസാണ്. അപ്പൊ അള്ളാഹിന്റെ അടുത്തേക്ക് 5 വർഷത്തെ കാലാവധിയാ തന്നിട്ടുള്ളത്. അതായത് ശരീരത്തിന് സൗഖ്യം തന്ന് ഉപജീവന വിശാലമാക്കി തന്നു. എന്നിട്ടും അള്ളാഹിന്റെ അടുത്തേക്ക് യാത്ര പോന്നിട്ടില്ലെങ്കിൽ അത് വളരെ, അവൻ നന്മയിൽ നിന്നും തടുക്കപ്പെട്ടവനാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആകാൻ പാടില്ല. നമ്മൾ വെറുതെ നീട്ടിക്കൊണ്ടു പോകരുത്. അല്ലാഹു തആല നമുക്കതിനുള്ള സാഹചര്യം അനുകൂലമാക്കി തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ ആ ഒരു കർമ്മത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു തരും. തീർച്ചയായും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അല്ലാഹു തആല എല്ലാവർക്കും, നമ്മൾ മനസ്സുകൊണ്ട് അത്യാഗ്രഹത്തോടെ ആഗ്രഹിച്ചാല് അള്ളാഹു അതിനുള്ള വഴി നമ്മുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി തരും. അതുകൊണ്ട് എല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. ഈ വർഷം ഇനിയിപ്പം അത്യാവശ്യം പിന്നെ വേണ്ടവർക്ക് ചിലപ്പോൾ 1-2 ചാൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ പ്രൈവറ്റ് ഗ്രൂപ്പില് പിന്നെ നല്ല പൈസ വേണം, 7.5 ലക്ഷം രൂപ വേണം. ചാൻസ് ഇപ്പം കിട്ടാൻ സാധ്യത ഉണ്ട്. അതിന് അല്ലാത്ത ഇനി ഗവൺമെന്റിലൊന്നും ഇനി അപേക്ഷ കൊടുക്കാനൊന്നും ഇല്ല. ഇനിയുള്ള ഈ വർഷം എന്തായാലും കഴിയൂല. പിന്നെ അപ്പം ഇൻഷാ അല്ലാഹ് നിയത്ത് വെക്ക. സാമ്പത്തികമായ എല്ലാ നിലക്കും സൗകര്യങ്ങളൊക്കെ ഉള്ളവരെന്താക്കുക, പെട്ടെന്ന് തന്നെ അടുത്ത വർഷത്തെ ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വർഷം തന്നെ നിന്റെ കഅബാലയത്തിൽ ചെന്ന് ഞാൻ ഹജ്ജ് കർമ്മം നിർവഹിക്കും അല്ലാഹുവേ എന്ന് മനസ്സിൽ നിയത്ത് കരുതാ. ഹജ്ജ് ചെയ്ത അതേ പ്രതിഫലം അവിടെ രേഖപ്പെടുത്തി, മനസ്സിൽ ആത്മാർത്ഥമായ നിയത്താണെങ്കിൽ നമ്മൾ ഹജ്ജ് ചെയ്ത അതേ പ്രതിഫലം അല്ലാഹു തആല രേഖപ്പെടുത്തി. അതുകൊണ്ട് പിന്നെ പലർക്കും കൂടെ വരാനുള്ള ആളുകളുടെ അസൗകര്യക്കുറവാണ് പലപ്പോഴും പല സ്ത്രീകൾക്കുമുള്ള യാത്ര മുടങ്ങുന്നത്. അങ്ങനെയാണ്. അല്ലാഹു തആല അതിനെല്ലാം ഒന്നിച്ചു പോകാനുള്ള ആൾക്ക് വിശാലമായ മനസ്സ് കൊടുക്കട്ടെ. അവർക്ക് അതിയായ കൊതിയും ആഗ്രഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടായിട്ട് തന്നെ ഒന്നിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ മഹറമായ ആളെ കൂടെ തന്നെ പോയിട്ട് ഹജ്ജും ഉംറയും കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന, ഇനി അങ്ങോട്ടുള്ള പ്രാർത്ഥനകളിൽ ഈ ഒരു കാര്യം കൂടെ എല്ലാ സമയത്തും ചേർത്തി അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ചോദിച്ച് നമ്മൾ നേടിയെടുക്കാം.
അള്ളാഹു തആല എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു തആല സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേര് ഇന്ന് പല വിധത്തിലുള്ള കടബാധ്യതകൾ കൊണ്ട് ഭയങ്കര പ്രയാസപ്പെടുന്നു. റഹ്മാനായ റബ്ബേ, എല്ലാവരുടെയും കടബാധ്യതകൾ തീർത്തു കൊടുക്കാനുള്ള വിശാലമായ അവസരങ്ങൾ നീ ഒരുക്കി കൊടുക്കുക റബ്ബേ. നമ്മളെ ഗ്രൂപ്പിൽ തന്നെ സത്യമാനത്ത് ചോദിക്കാൻ അത്രയും മടിയാണ്. കാരണം എത്ര ആൾക്കാരാ സങ്കടം പറഞ്ഞു വരുന്നത്. ഞാൻ എന്താ പറയാ, ഇത് തരാൻ എല്ലാവരുടെ കയ്യിലും വേണ്ടേ? അള്ളഹാനോട് ചോദിക്കും. ഞാൻ പറയും, നിങ്ങൾ എല്ലാവരും അള്ളഹാനോട് ചോദിക്കും. ഈ പലിശ സംബന്ധമായ ഇടപാടിൽ പെട്ട ആൾക്കാരാണ് അത്രയും കുടുങ്ങിക്കിടക്കുന്നത്. കുറെ വിഷമങ്ങൾ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വരുന്ന എല്ലാം ലോണ് പൊന്നു പണയം വെച്ചത്, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ലോൺ എടുത്തിട്ടോ സ്വർണം പണയം വെച്ചിട്ടോ ചെയ്യാൻ നിക്കണ്ട. ഒരു ബിസിനസ് തുടങ്ങുന്നെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടോ എങ്കിൽ ബിസിനസ് തുടങ്ങിയാൽ മതി. ഇല്ലെങ്കിലോ നീ എന്തെങ്കിലും കൂലിപ്പണിയെടുത്ത് ജീവിച്ചോ, അധ്വാനിച്ച് ജീവിച്ചോ. വെറുതെ വലിയ ബിസിനസ്സും കാര്യങ്ങളും ലോൺ എടുത്തിട്ടും തുടങ്ങി ഒരു ബർക്കത്തും ഉണ്ടാവില്ല. കാരണം എന്താ, അത് ഹറാമാണ് അല്ലെ? ഹറാമിന്റെ പൈസ നമുക്ക് എന്ത് ബർക്കത്ത് ചെയ്തു തരാനാന്നുണ്ടാകുക? പൊട്ടിപ്പൊളിഞ്ഞ് പാടിസാകുന്ന എത്ര അവസ്ഥകളാണ് നമ്മളെ മുമ്പിൽ കാണുന്നതെന്നറിയോ? ആൾക്കാർ വിഷമിക്കുന്നു, കുടുംബാന്ന് വിഷമിക്കുന്നു അതിന്റെ പേരിൽ. മക്കളും ഉമ്മയും പ്രായമുള്ള ആൾക്കാരൊക്കെ ഇതിനു വേണ്ടി കണ്ണീരൊഴുക്കുന്നു. ഓരോ ആൾക്കാരൊന്നും ചിന്തിക്കാണ്ട് ഇങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടി വെറുതെ ലോൺ എടുത്ത്, സ്വന്തം വീടിന്റെ ആധാരവും പണയം വെച്ച് ലോൺ എടുത്ത് അത് വീടാൻ കഴിയാണ്ട് ജപ്തിയായി എത്ര കേസാണ് റബ്ബേ. ഇനി ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ഈ ഗ്രൂപ്പിലുള്ള സഹോദരിമാരോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ എന്ത് ഗതി മുട്ടിയാലും പലിശ എന്നുള്ള ഒരു ഇതിലേക്ക് പോകണ്ട. ഇല്ലെങ്കിൽ പട്ടിണി കടന്നാലും പ്രശ്നമില്ല എന്ന് ഞാൻ പറയുന്നു. അതിന് അള്ളാഹു ഒരു വഴി തരും. അള്ളാഹു തആല എന്താ പറഞ്ഞെന്നറിയോ? അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്കൊരു പോംവഴി കാണിച്ചു തരും. അതിൽ വിശ്വസിക്ക്. അള്ളാഹ് പറഞ്ഞതാ നമ്മളോട്, അള്ളാഹുവിന് ഭരമേൽപ്പിക്കുന്നോ അവൻ അള്ളാഹ് മതിയാകുന്നതാ. നമ്മളില്ലേ പലപ്പോഴും പലരും കടബാധ്യത വരുന്ന എന്താ അറിയോ? വീട് എന്നുള്ള സ്വപ്നം ആവശ്യം തന്നെ, വീട് എല്ലാവർക്കും അത്യാവശ്യം തന്നെ. എന്നൊരു വീടെടുക്കുമ്പോ ഇല്ലാത്ത ആളാന്ന് വിഷമിക്കുന്നുണ്ട്, ഒരു അത്യാവശ്യ സൗകര്യങ്ങളോട് കൂടി ഒരു വീട് അതാവൂല. എല്ലാ ഇന്റീരിയറും അതും ഇതും എല്ലാം ചെയ്യും. എങ്ങനെ? ഹൗസിംഗ് ലോൺ എടുത്തിട്ട്. ഹൗസിംഗ് ലോൺ എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയോ? എത്ര ലക്ഷം വേണമെങ്കിലും അവര് കൊടുക്കും. കാരണം വീടിന്റെ ആധാരവും ഇതും പണയം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 30-40 ലക്ഷം ലോൺ എടുക്കും. അതിന്റെ പലിശ മാത്രം 10,000-15,000 രൂപ മാസത്തിൽ കൊടുക്കണം. എന്തിന്? അങ്ങനെയൊക്കെ എടുത്തിട്ട് എന്ത് സന്തോഷത്തിലും സമാധാനത്തിലും വീട്ടിൽ ജീവിക്കാനാ? എത്ര ആൾക്കാരാന്നറിയോ കടബാധ്യത, പലിശയും ജപ്തി നോട്ടീസും വന്നിട്ട് ഇങ്ങനെ കരയുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അവരൊന്നും കണ്ണീര് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി മേലാൽ ഒരാളും ഞാൻ പറയുന്നത് എന്ത് ഗതിമുട്ടിയാലും നിങ്ങൾ ഈ പലിശ സംബന്ധമായ ഇടപാടിലേക്ക് പോകല്ലേ. നമ്മൾ ചോദിക്കും, ആരാ നമുക്ക് തരാനുള്ളേ? ആരോട് ചോദിച്ചാലാ തരാ? ആരോടും ചോദിക്കേണ്ട, അള്ളാഹിനോട് മാത്രം ചോദിക്ക. അള്ളാഹിനെ വിശ്വസിച്ച് ഭരമേൽപ്പിച്ച് നിക്ക്. അള്ളാഹ് ഒരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കാണിച്ചു തരും. നമ്മൾ മൂസാ നബിന്റെ ചരിത്രം പഠിച്ചവരാ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചവരാ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചവരാ, യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചവരാ. എന്നിട്ട് നമ്മളെന്താ ഇങ്ങനെ? നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം പഠിച്ചവരാ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരെ രക്ഷിക്കാൻ അള്ളാഹു ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് നമ്മളെ രക്ഷിക്കും, ഉറപ്പായിട്ട് രക്ഷിക്കും. നമ്മൾ ആവശ്യങ്ങൾ അള്ളാഹിലേക്ക് നമ്മൾ പൂർണ്ണമായി കൊടുക്ക്. നമ്മൾ വ്യക്തികളിലേക്ക് പോകല്ല, ആളുകളിലേക്ക് നമ്മൾ സമർപ്പിക്കില്ല. നമ്മൾ ആ റബ്ബിന്റെ അടിമകളായിട്ട് അള്ളാഹുൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ എല്ലാരും പരിശ്രമിക്കുക. എന്താവശ്യം വന്നാലും തീരുമാനിക്കുക, ഓരോരുത്തരും തീരുമാനിക്കുക. അതിൽ ഹൈറുണ്ട്, ബർക്കത്തുണ്ട്. നേരെ മറിച്ച് പലിശ എന്ന ഒരു ഇടപാടിലേക്ക് നമ്മൾ എത്തിയാലുണ്ടല്ലോ, അതിൽ ഒരു ബർക്കത്തും ഇല്ല. പിന്നെ നമ്മളെ പ്രാർത്ഥന ഒന്നും സ്വീകരിക്കില്ല. കാരണം ഹറാമാണ് വരുന്നത്. അത് മാത്രം ചിന്തിച്ചാൽ മതി. എന്തിനാന്ന് ഒരു മോളെ കെട്ടിക്കാന്, വീട് നന്നാക്കാൻ ഇങ്ങനൊക്കെ ആൾക്കാർ ലോൺ എടുക്കുന്നത് എന്തിന്? എന്നിട്ട് ഇങ്ങനെ കരഞ്ഞ ആൾക്കാരെ പിന്നെ ഇടയിൽ പോയി ഇങ്ങനെ എന്തിനാന്ന്? നമ്മൾ സ്വയം വരുത്തി വെക്കുന്ന വിനയാണിത്. അള്ളാഹു തആല പറഞ്ഞ പോലെ നമ്മൾ ദുനിയാവിൽ ജീവിച്ചാൽ നമുക്ക് ഒരു വിഷമം ഉണ്ടാവൂല. ഇങ്ങനത്തെ ഇതിലൊന്നും നമ്മൾ പെടൂല, ഉറപ്പാ.
നമ്മളെ വിശ്വാസം നമ്മൾ ശരിയാക്കണം. നമ്മൾ എല്ലാ നിലക്ക് റബ്ബില് പൂർണ്ണമായും വിശ്വാസമുള്ള നല്ല യഖീൻ, അതല്ലേ, ആ യഖീൻ, ഉറച്ച വിശ്വാസം, ദൃഢവിശ്വാസികളായി നമ്മൾ മാറണം. ദുആ ചെയ്യുക. അല്ലാഹു തആല എല്ലാവരുടെയും കടം ഇപ്പം ആരെങ്കിലും വിഷമിക്കുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നല്ലതാ. ഇപ്പൊ ഞാൻ നിങ്ങൾ ഗ്രൂപ്പിൽ പലപ്പോഴും അപേക്ഷ ചോദിക്കുന്ന, പിന്നെ ആർക്കെങ്കിലും കടമായിട്ട് ഏതെങ്കിലും സഹോദരിമാരെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വരി. പലരും നേരത്തെ അറിവില്ലായ്മ കൊണ്ടും പിന്നെ അങ്ങനെയൊക്കെ പലിശയിലൊക്കെ പെട്ട് ഇപ്പം വല്ലാതെ ഖേദം വന്നിട്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാകണമെന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായിട്ട്. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. അള്ളാഹു തആല എളുപ്പം നൽകട്ടെ. ഞാൻ വിചാരിക്കും ഓരോ വീട്ടിലുള്ള ഓരോരാളടുത്തും ഒരു കാപ്പവൻ വെച്ചിട്ട് ഓരോരാളും ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ കുറേ ഭാഗം കുടുംബങ്ങൾ രക്ഷപ്പെടുകയും. നമ്മൾ വിചാരിച്ചാൽ മതി, ഇതിപ്പോ നമ്മളിങ്ങനെ സ്വർണം അല്ലെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്താ ഇപ്പൊ കാര്യം? പക്ഷെ എടുത്തു കൊടുക്കാനും നമുക്ക് കഴിയൂല. കാരണം എന്താ, നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ചിലപ്പോ അതിന് സമ്മതിക്കൂല. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് അങ്ങനെയുള്ളവരെ സഹായിക്കാം. അള്ളാഹു തആല എല്ലാവരുടെയും കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു തആല ആശ്വാസവും സമാധാനവും നൽകട്ടെ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ, പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി, ആത്മാർത്ഥമായ ആഗ്രഹമാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അതിനൊരു വഴി ഒരുക്കി തരും. ഇനി ഒരിക്കലും പലിശ സംബന്ധമായ പ്രയാസങ്ങൾ ഇതിലേക്ക് പോകൂല എന്ന് ഉറച്ച തീരുമാനം എടുത്തിട്ട് റബ്ബിനോട് നല്ലോണം ദുആ ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നല്ലൊരു മുസ്ലിം ആയിട്ട് ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ അനുസരിച്ചുകൊണ്ട്, അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട്, അവന്റെ വിലക്കുകളെ ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു മുസ്ലിമായിട്ട് ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിന്റെ കൽപ്പനകളെ പാലിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന നല്ല സ്വാലിഹീങ്ങളായ അടിമകളെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ തിന്മകളെയൊക്കെ നീ നന്മകളാക്കി മാറ്റി തരണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥാ. ഞങ്ങളുടെ സാഹചര്യങ്ങൾ, ഞങ്ങളുടെ മുന്നോട്ടുള്ള ഞങ്ങളുടെ ഓരോ ചുവടുവെപ്പോഴും അല്ലാഹുവേ നിന്റെ തൃപ്തിയിലായിക്കൊണ്ട് നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അല്ലാഹുവേ അവർ ഖബറുകളിലാണല്ലോ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നെ കണ്ടുകൊണ്ടിരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ സ്വർഗം എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അതിലേക്കുള്ള കാര്യങ്ങൾ, അതിലേക്കുള്ള വഴി ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തല്ലോ. അത്തിയാളെന്ന് നരക ശിക്ഷ ചെയ്തിട്ട് റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരും നീ കാത്ത് രക്ഷിക്കണേ അല്ലോ. ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് താങ്ങാനാവില്ല അല്ലാഹുവേ. ഞങ്ങളെല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين، وادخلنا الجنة يا رب العالمين، وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك الله.